നമസ്കാരം. ഡിസംബർ 31-ന് മനുഷ്യാവകാശ കമ്മീഷൻ DGP ആയിട്ടുള്ള സഞ്ജീവ് കുമാർ പട്ജോഷി സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ MR അജിത് കുമാറിനെ പ്രസ്തുത തസ്തികയിൽ നിയമിക്കാൻ പോലീസ് ആസ്ഥാനത്ത് വളരെ ധൃതിയിലുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അജിത് കുമാറിനെ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമിക്കാൻ നീക്കം തകൃതിയായത്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനിലെ തസ്തിക DGPയുടേതാണ്. ടോമിൻ ജെ തച്ചങ്കരിയെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് തസ്തിക DGP ആക്കിയത്. തച്ചങ്കരിയെ പോലെ പിണറായിയുടെ വിശ്വസ്തനായ ഒരാൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പോലൊരു അപ്രധാന തസ്തികയിൽ ഇരുന്ന് വിരമിക്കേണ്ടി വന്നെങ്കിൽ അജിത് കുമാറിനും അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലപ്പോഴും ഇക്കാര്യത്തിൽ നിസ്സഹായരായി തീരും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരികെ പ്രതിഷ്ഠിക്കാമെന്ന് സർക്കാർ കരുതുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്യും. ഇതിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ എന്നിവയിൽ തെളിവില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. മുഖ്യമന്ത്രിയാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചത്. RSS മേധാവിയെ കണ്ടത് ശരിയാണെങ്കിലും കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. മന്ത്രിസഭാ യോഗത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കത്തക്ക വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനമായത്. എന്നാൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകണമെന്നുണ്ടെങ്കിൽ അജിത് കുമാറിനെ പോലീസിന് പുറത്ത് നിയമിക്കണമെന്നായിരുന്നു ഡിമാൻഡ്. അത് മുഖ്യമന്ത്രി അംഗീകരിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അപ്രതീക്ഷിതമായാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി S ദർവേസ് സാഹിബ് 2025 ജൂലൈ 1-ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുക. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് അജിത് കുമാറിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നീളുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് വിവിധ സുപ്രീം കോടതി വിധികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയത്. കോടതിയിൽ ചാർജ് ഷീറ്റ് അടക്കം ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂവെന്നും ചീഫ് സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ അജിത് കുമാറിന് ഒരു പ്രത്യേക താല്പര്യം സർക്കാരിനുണ്ട്. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് അടുത്തു തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. എന്നാൽ RSS കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് കുമാറിന്റെ വാദം തള്ളിയും സർവീസ് ചട്ടലംഘനമെന്ന സൂചന നൽകിയും DGP S ദർവേസ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വച്ചിരുന്നു. ഒരു നേതാവിനെ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം തടയാനാവില്ലെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞതായാണ് വിവരം. ഫലത്തിൽ DGPയുടെ നിലപാട് മുഖ്യമന്ത്രി തള്ളുകയാണ് ചെയ്തത്. അജിത് കുമാറിനെതിരായ വിജിലൻസ് കേസ് ഉണ്ടായപ്പോൾ തന്നെ അത് നിലനിൽക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. തൽക്കാലം വിവാദം തണുപ്പിക്കാനും CPIയെ വറുതിയിലാക്കാനുമാണ് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചതും ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയതും. അതായത് അജിത്തിന്റെ ഭാവി എന്താണെന്ന് മുഖ്യമന്ത്രി അന്നു തന്നെ തീരുമാനം എടുത്തിരുന്നുവെന്ന് ചുരുക്കം. അജിത്തിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ മുഖ്യമന്ത്രി ആലോചിച്ചിരുന്നില്ല. അജിത്തും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടുപ്പം അറിയാവുന്ന മലയാളികൾക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. കാരണം P ശശിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ. അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തുണ്ടായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങളാണ് നടപ്പാക്കിയിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഒരു ആഭരണ സ്ഥാനം മാത്രമായിരുന്നു.
അജിത് കുമാറിനായിരുന്നു ക്രമസമാധാനത്തിന്റെ ചുമതല. വരാൻ പോകുന്നത് ഇലക്ഷൻ കാലവുമാണ്. അജിത് കുമാറിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അതിനാണ് അജിത്തിനെതിരായ കേസുകൾ എഴുതി തള്ളുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അജിത് കുമാറിനെതിരായി നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു. അജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ബലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് ഇതിൽ മാറ്റം വരുത്തി. ഷെയ്ഖ് ദർവേസ് സാഹിബിന് 1 വർഷം സർവീസ് കാലാവധി നീട്ടി നൽകിയത് അജിത് കുമാർ കൂടി ഇടപെട്ടതോടെയാണ്. എന്നാൽ അജിത്തിന് കഷ്ടകാലം വന്നപ്പോൾ കൂടെ നിന്നില്ല. തൃശൂർ പൂരം കലക്കലിലും മറ്റും അജിത് കുമാർ ആരോപണ വിധേയനായെങ്കിലും അതിനെല്ലാം കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടജനപ്രിയനായ മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഉപേക്ഷിച്ചതേയില്ല. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ DGP MR അജിത് കുമാറിനെ കുരുക്കാൻ മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കരുക്കൾ നീക്കുന്നതായി മുഖ്യമന്ത്രി കരുതുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൽ കാരിരുമ്പിന്റെ ശക്തിയോടെ ഇത്രയും നാൾ ഭരണം നടത്തിയിരുന്ന പിണറായി നിസ്സഹായനാവുന്ന കാഴ്ചയും ഇപ്പോൾ കാണേണ്ടി വരികയാണോ എന്നുള്ളതാണ് എല്ലാ മലയാളികളും ആലോചിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് പിടിവിട്ടുവോ എന്നുള്ള പരസ്യ പ്രസ്താവന പോലും ഉണ്ടാകുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത് ഫലത്തിൽ തന്റെ വകുപ്പിനെതിരെയാണ്. പൂരം കലങ്ങിയെന്നല്ല, പൂരം കലക്കാൻ ശ്രമം ഉണ്ടായി എന്നാണ് അന്നും ഇന്നും നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വെടിക്കെട്ട് മാത്രം വൈകിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇത്രയും പറയാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായത് പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ പോലീസ് FIR ഇട്ട ശേഷം പോലുമാണ്. ഗൂഢാലോചനയുണ്ടെന്ന് ആഭ്യന്തര വകുപ്പും ഇല്ലെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് ആദ്യ സംഭവമാണ്. ഗൂഢാലോചന ലക്ഷ്യമിടുന്നത് ADGP ആയിട്ടുള്ള അജിത് കുമാറിനെയാണ്. ഇതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൂരം കലങ്ങിയതെന്ന് വ്യക്തവുമാണ്. പൂരം കലക്കിയെന്ന് സ്ഥാപിക്കേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പൂരാഘോഷത്തിലെ ഇടപെടലുകൾ പരിശോധിക്കണമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലൂടെയാണ് വിശദീകരണം എത്തിയത്. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അതെല്ലാം ആവിയായി. തൽക്കാലം ഉന്നത ഉദ്യോഗസ്ഥരുടെ അശാന്തി ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത്. നന്ദി.